സോ ലൈക്ക് നമ്മളെ വെബിനാർ സീരീസിന്റെ ഒരു നെക്സ്റ്റ് പാർട്ടാണിത്. അപ്പം നമ്മളിന്ന് ആൻസൈറ്റി എന്ന ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് ടോക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാറാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആൻസൈറ്റീനെ കുറിച്ച് കുറച്ച് നല്ല ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആൻഡ് അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കാനും പറ്റും. സോ ഐ എം വെൽക്കമിങ് യു സർ. So yeah, thank you. Okay, thank you for the introduction. ഡയറക്റ്റ്ലി മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നും കരുതുന്നുണ്ട്. കാണാൻ പറ്റുമല്ലോ അല്ലേ? സർ കാണാൻ പറ്റുന്നുണ്ട്. ആങ്സൈറ്റി നേരത്തെ മനസ്സിലാക്കാം, പരിഹാരം തേടാം എന്നുള്ളതാണ് എൻ്റെ ടോപ്പിക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, ആങ്സൈറ്റി എന്ന് പറയുന്ന കാര്യം നമുക്ക് മനുഷ്യർക്കെല്ലാവർക്കും അനുഭവപ്പെടുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് വരുന്ന ഉള്ളിലുണ്ടാകുന്ന ഉത്കണ്ഠയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു മാറ്റം, അത് ഒരു പരിധിയിലധികത്തേക്ക് ആവുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേരാണ് ആങ്സൈറ്റി എന്നുള്ളത്. ഡിസോർഡർ എന്നപ്പോഴാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസോർഡറിനെ കുറിച്ചിട്ട് തന്നെയാണ്. സാധാരണഗതിയിൽ ഇതൊരു നോർമൽ റിയാക്ഷനാണ്. ആങ്ഷ്യസ് ആവുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സർവൈവലിന് ആവശ്യമായിട്ടുള്ള, സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ചില സമയങ്ങളിൽ ഇത് ഈ PPT-യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇറ്റ് ബിക്കംസ് ഡിസ്പ്രൊപ്പോർഷനേറ്റ്. ചിലപ്പോൾ അത് ആ സാഹചര്യത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലാവും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവും. ആ പേടി ആ സ്റ്റേജിൽ കയറുന്നത് ഉണ്ടാകേണ്ടതിനേക്കാൾ കൂടുതൽ പേടി ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ പറയും അത് ആങ്സൈറ്റിയാണ്, സ്റ്റേജിനെ കുറിച്ചുള്ള നമ്മുടെ ആങ്സൈറ്റിയാണ് എന്ന്, നമുക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ആണ് എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തിയറി ഉണ്ട്. നമുക്ക് മാക്സിമം പെർഫോമൻസിന്, ബെസ്റ്റ് പെർഫോമൻസിന് ഒരളവ് വരെ സ്ട്രെസ് ഉണ്ടാകുന്നത് നോർമലാണ്. അപ്പോൾ ആ സ്ട്രെസ്സിൻ്റെ പേര് യൂസ്ട്രെസ് എന്നാണ്. സ്ട്രെസ്സിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആ സ്ട്രെസ്സിൻ്റെ പേര് യൂസ്ട്രെസ് എന്നാണ്. യൂസ്ട്രെസ്സിനേക്കാൾ കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്തേക്ക് നമ്മുടെ പെർഫോമൻസ് വീണ്ടും ഡൗൺ ആകുകയും ചെയ്യും. ഇത് ഡോഡ്സൺ ലോ എന്ന് പറയുന്ന ഒരു ലോയിൽ ഇത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പിലാണ് നമ്മുടെ പെർഫോമൻസും ഈ സ്ട്രെസ്സും നിൽക്കുന്നത് എന്നും, സ്ട്രെസ്സ് ഒരു പരിധിയിൽ കൂടുമ്പോഴാണ് അത് നമ്മുടെ പെർഫോമൻസിനെ ഡൗൺ ചെയ്യുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ആവശ്യത്തിലധികം സ്ട്രെസ് എടുക്കുമ്പോഴാണ് നമ്മളുടെ പെർഫോമൻസ് ഡൗൺ ആവുന്നത്. ആവശ്യത്തിന് സ്ട്രെസ് എടുക്കുമ്പോൾ നമ്മുടെ പെർഫോമൻസ് ഉഷാറാവുകയാണ് ചെയ്യുക എന്നുള്ള തിയറി ഉണ്ട്. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് വരുന്ന ആ സ്ട്രെസ്, ആ ഡിസ്ട്രെസ്, സാധാരണഗതിയിൽ സൈക്കോളജി പറയുന്നതാണ്, ഡിസ്ട്രെസ് 2 ഫോമിലേക്കാണ് സാധാരണഗതിയിൽ മാറുന്നത്. ഒന്ന് ഡിപ്രഷനിലേക്കാണ്, ഒന്ന് ആങ്സൈറ്റിയിലേക്കാണ്. ആങ്സൈറ്റി ഡിസോർഡറാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ആങ്സൈറ്റി എങ്ങനെയാണ് വരുന്നത് എന്നാണ് ചെറിയ വാക്കിൽ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടെ ഞാൻ ഈ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നേരെ മേലെ കൊടുത്തിട്ടുള്ള വാമപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ആ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നെർവസ് ആയിട്ടുണ്ടോ? ഉദാഹരണത്തിന് ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുമ്പേ, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് തുടങ്ങാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഒരു ടഫ് കോൺവെർസേഷൻ നടക്കാൻ പോവാണ്. ആ ടഫ് കോൺവെർസേഷൻ്റെ മുമ്പ് നമുക്ക് ഈ തരത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ആ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുള്ള, മാനസിക സമ്മർദ്ദങ്ങൾ, ഉത്കണ്ഠ, ആകുലത ഉണ്ടായിട്ടുള്ള സമയങ്ങളിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ ശരീരത്തിൽ വന്ന മാറ്റം എന്നുള്ളത് നോക്കുക. മാനസികവും ശാരീരികവുമായിട്ട് നമ്മളിൽ മാറ്റം ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ കാണിക്കാറുണ്ട് സൈക്കോളജിയിൽ എപ്പോഴും. ഒരു ഭാഗത്ത് നമ്മുടെ കൊഗ്നിഷൻ, ചിന്തയിൽ വരുന്ന മാറ്റം, ഒരു എൻഡിൽ നമ്മുടെ ഇമോഷനിൽ വരുന്ന മാറ്റം. അപ്പോൾ ഇന്ന് പോകുന്ന പരിപാടിയിൽ എൻ്റെ പെർഫോമൻസ് മോശമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്നൊരു ആകുലത, ഒരു പേടി, അത് ഇമോഷണൽ കണ്ടൻറ്റ്. ആ ഇമോഷണൽ കണ്ടൻറ്റും എൻ്റെ ചിന്തയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിങ്ങോട്ട് കയറി വരുമ്പോൾ, പെർഫോം ചെയ്യാൻ വരുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു അവോയ്ഡൻസ്, അല്ലെങ്കിൽ വേഗം പെർഫോം ചെയ്തിട്ട് പോകണമെന്ന് തോന്നുന്ന ഒരു എസ്കേപ്പിംഗ് ബിഹേവിയർ, ഇതൊക്കെ കൂടുന്നതാണ് ആങ്സൈറ്റി. ഈ ട്രയാങ്കിൾ നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് മനസ്സിലാകാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് ചോദിക്കാവുന്നതാണ്. ആങ്സൈറ്റി രണ്ട് പ്രയാസങ്ങളാണ് നമ്മുടെ
നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഒന്ന് ഫിസിക്കൽ ടോൾ തന്നെയാണ്, നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നത്, നമുക്ക് ഷാലോ ബ്രത്തിലേക്ക് മാറുന്നത്, ഡീപ്പ് ബ്രത്ത് ഒന്നും എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ ഷാലോ ബ്രത്ത് കിതക്കുന്ന രീതിയിലേക്ക് മാറുന്നത്, മസിൽ ടെൻഷൻ ഉണ്ടാകുന്നത്, വിയർക്കുന്നത്, വയറിൻ്റെ ഉള്ളിലൊക്കെ ബട്ടർഫ്ലൈസ് ഉണ്ടാകുന്നത്. ബട്ടർഫ്ലൈസ് നോട്ട് ഇൻ ദാറ്റ് ഗുഡ് സെൻസ്, നല്ല സെൻസിലല്ല, ഒരു ഉള്ളിലൂടെ ഒരു കാളലൊക്കെ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് ഫിസിക്കൽ ടോള്. ആൻഡ് ഇമ്പാക്റ്റ് ഓൺ ഡെയിലി ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ കോൺസെൻട്രേഷനിൽ മാറ്റം ഉണ്ടാകും. നമുക്ക് പല സിറ്റുവേഷനുകളെയും ഫേസ് ചെയ്യാൻ കഴിയാതെ അത് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിൻ്റെ ഭാഗമായി നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ ജോലിയിൽ പ്രയാസപ്പെടും. നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മളിപ്പോൾ ഇറിറ്റബിൾ ആയിരിക്കുന്ന സമയത്ത്, ഞാൻ ഇറിറ്റബിൾ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് എന്തെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിനോട് പ്രതികരിക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാക്കും. സോ റിലേഷൻഷിപ്പിൽ അത് ബാധിക്കും. എൻ്റെ ഓവറോൾ വെൽബീയിങ്ങിൽ, ഈവൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ആങ്സൈറ്റി ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബ്രെയിൻ ഒരു ന്യൂറോളജി ഡിഫൈൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആങ്സൈറ്റി പൊതുവേ നമ്മൾ പറയാറുള്ളത് ബ്രെയിനിൽ ഒരു ആൽമണ്ട് ഷേപ്പിലൊരു പോർഷൻ ഉണ്ട്, അതിൻ്റെ പേര് അമിഗ്ഡാല എന്നാണ്. അമിഗ്ഡാലയിലാണ് ശരിക്കും പറഞ്ഞാൽ ആങ്സൈറ്റി വർക്ക് ചെയ്യുന്നത് എന്ന് പറയും. അമിഗ്ഡാലയിലെ ആങ്സൈറ്റി വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ന്യൂറോ ചേഞ്ചസ് സംഭവിക്കും, ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കും, ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കും. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പലപ്പോഴും ഓർമ്മ വരെ നമുക്ക് വേണ്ട രീതിയിൽ കിട്ടാണ്ടാവും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പഠിച്ച് പരീക്ഷയ്ക്ക് പോയൊരു കുട്ടി ആങ്ഷ്യസ് ആവുന്നതോടുകൂടി കുട്ടിക്ക് പഠിച്ചത് ഓർക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡെയിലി ഫങ്ഷനിൻ്റെ. അതെങ്ങനെയാണ് മനുഷ്യജീവനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് തരാൻ പറ്റുന്ന ഒരു ആൻസർ എന്താണ് ആങ്സൈറ്റി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നു, ഇറ്റ്സ് എ നാച്ചുറൽ ഹ്യൂമൻ റെസ്പോൺസ് ടു സ്ട്രെസ്. സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സുകളുണ്ട്. നമുക്ക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ എക്സ്ട്രാ ഒരു എഫേർട്ട് ഡിമാൻഡ് ചെയ്യുന്ന പല സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിൽ അപകടം എന്ന് തോന്നുന്ന സാഹചര്യങ്ങളുണ്ട്, പ്രയാസം വരുമെന്ന് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ആ സമയത്ത് നമ്മൾ ഉണ്ടാകുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് ആങ്സൈറ്റി. അത് പലപ്പോഴും നമ്മുടെ ശരീരത്തെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, സർവൈവൽ മെക്കാനിസത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ചില സമയത്ത് ഇത് ഓവർ ആക്റ്റീവ് ആകുന്നു, ഇനപ്രോപ്രിയേറ്റ് ആകുന്നു, ഡിസ്പ്രപ്പോർഷനേറ്റ് ആകുന്നു. ആ സമയത്ത് ഉണ്ടാകുന്ന ഡെബിലിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥ, നമ്മുടെ കഴിവുകളെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയാതെ വരുന്ന ഒരു അവസ്ഥയാണ് ആങ്സൈറ്റി എന്ന് മാനസികാരോഗ്യ പ്രവർത്തകർ പറയുന്നത്. പ്രധാനമായും ആങ്സൈറ്റിയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആങ്സൈറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് പറ്റും. അതിൽ ഞാൻ ഈ കാണുന്ന പോയിന്റ്സാണ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. വളരെ എക്സസീവ് വറി, നമ്മളിങ്ങനെ വല്ലാണ്ട് ബേജാറായിരിക്കുക, ആദ്യപ്പെട്ടിരിക്കുക, എന്ത് സംഭവിക്കുമോ ആവോ എന്നുള്ള നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ ഒരു കാറ്റസ്ട്രോഫിക് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് സെനാരിയോ ആണ് നമുക്ക് വരാനുള്ളത് എന്ന് നമ്മൾ വെറുതെ പ്രതീക്ഷിക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ പോയി എൻ്റെ ഇൻ്റർവ്യൂ അത് മോശമാകുമായിരിക്കും, എൻ്റെ പെർഫോമൻസ് അത് മോശമാകുമായിരിക്കും, ഞാൻ പോകുന്ന സ്ഥലത്ത് ഞാനിന്ന് വഷളാകുമായിരിക്കും, നാലാളുടെ ഇടയിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് അവരൊക്കെ എന്നെ ജഡ്ജ് ചെയ്യുമായിരിക്കും, എന്നിട്ട് എന്നെ ജഡ്ജ് ചെയ്യുമ്പോൾ ഞാനൊരു മോശം മനുഷ്യനാണെന്ന് അവർക്ക് മനസ്സിലാകുമായിരിക്കും. ആ രീതിയിൽ വെറുതെ വറി ചെയ്യുന്ന, ആദിപ്പെടുന്ന ഒരു അവസ്ഥ, അതാണ് അതുണ്ടെങ്കിൽ നമുക്ക് ആങ്സൈറ്റി ഉണ്ടെന്ന് പറയാം. റെസ്റ്റ്ലെസ് ആകുന്ന അവസ്ഥ, പലപ്പോഴും നമുക്ക് ഇരിക്കാൻ കഴിയില്ല. നമ്മൾ ഒരു പെർഫോമൻസ് ഉണ്ട്, നമുക്ക് ഇരിക്കാൻ, സമാധാനമായിട്ട് ഇരിക്കാൻ വിചാരിച്ചാൽ ഇരിക്കാൻ കഴിയുന്നില്ല. ഈ നമ്മളിങ്ങനെ റിലാക്സ് ചെയ്യാൻ കഴിയാതെ, എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ പറയൂലേ, ഒരു പരക്കം പായുന്ന അവസ്ഥ എന്ന് പറയൂലേ, ആ അവസ്ഥയിലേക്ക്, ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവാം. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ആങ്ഷ്യസ് ആയ കുട്ടികളാണെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവർ റെസ്റ്റ്ലെസ് ആയിരിക്കും. അവർ ഭയങ്കര കച്ചറ ഉണ്ടാക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക, ഒരു ഭാഗത്തിരിക്കാതിരിക്കുക, ഭക്ഷണം കൊടുത്താൽ കഴിക്കാണ്ടിരിക്കുക. ഇപ്പോൾ സ്കൂൾ തുറന്ന സീസൺ ആയതുകൊണ്ട് നമ്മൾ വീട്ടിലൊക്കെ പലപ്പോഴും അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഫെറ്റീഗ് ഫുൾനെസ്, ഭയങ്കര ക്ഷീണം ഉണ്ടാകുക, അതാണ് അടുത്തൊന്ന്. എക്സോസ്റ്റഡ് ആയി പോവുക എന്നുള്ള, പെർസീവ് ടയർഡ്നെസ് എന്നുള്ളതാണ്, ലോ എനർജി എന്നുള്ളതാണ് ഫെറ്റീഗ് ഫുൾനെസ് എന്ന് പറയുന്നത്. ട്രബിൾ ഇൻ കോൺസെൻട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളോടൊരു കാര്യം ആ സമയത്ത് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനൊന്നും കഴിയില്ല.
പ്രയാസം ഉണ്ടാകും. ആ വിഷയത്തിലൊക്കെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. നമ്മളെല്ലാത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കും. വി ട്രൈ ടു പേ അവർ അറ്റൻഷൻ ബട്ട് വി കാൺട്ട് കോൺസെൻട്രേറ്റ്, ഫോക്കസ് ഓൺ ഇറ്റ്. ആ ഒരു പ്രയാസം നമുക്കുണ്ടായിരിക്കും. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഒക്കെ എപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. എന്തെങ്കിലും ആദ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പം കുറച്ച് നാൾ മുമ്പ് എൻ്റെ അടുത്ത് ഒരു രോഗി വന്നപ്പോൾ ആൾ പറഞ്ഞത് പുതിയൊരു റോഡ് വരുന്നുണ്ട്, ആ റോഡ് ഞങ്ങളുടെ നാട്ടിലൂടെയാണ് വരുന്നത്, അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ആ റോഡിന് സ്ഥലം എടുക്കുമ്പോൾ എൻ്റെ സ്ഥലം പോകുമല്ലോ എന്നുള്ളതാണ് എൻ്റെ ആദ്യം. ഉറക്കം വരുന്നില്ല. ഞാൻ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്കെന്താ അറിയില്ല, വല്ലാത്തൊരു ആവലാതി. അപ്പോൾ അത് കാരണം എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളത്. സ്ലീപ്പ് ഡിസ്റ്റർബൻസിൽ ചിലപ്പോഴൊക്കെ ഭയങ്കരമായി ഉറങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. എക്സോസ്റ്റഡ് ആയതിൻ്റെ കാരണം കൊണ്ട് നന്നായി ഉറങ്ങുക. അപ്പോൾ ഒരു കാര്യം പെർഫോം ചെയ്യാൻ സമൂഹം ആഗ്രഹിക്കുന്ന സമയത്ത് അയാൾ ഉറക്കത്തിലേക്ക് പോകുക എന്ന് പറയുന്ന പ്രയാസവും ചിലർക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. ടൈപ്സ് ഓഫ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്നുള്ളത് ഇത് പിന്നെ ഇങ്ങനെയൊക്കെയാണ് ആങ്സൈറ്റി കാണിക്കുക. പക്ഷേ ആങ്സൈറ്റി ഡിസോർഡേഴ്സിൽ ഒരു സൈക്കോളജിസ്റ്റ് പറയുമ്പോൾ വ്യത്യസ്തമായ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പറയാം. ഇപ്പോൾ ഒരു ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന GAD എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട് ക്ലിനിക്കിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് കേട്ടോ. സാധാരണ ഒരു മനുഷ്യന് അത്യാവശ്യമില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഇങ്ങനെയൊക്കെയാണ് ആദ്യമല്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ പ്രത്യേകത, അയാൾക്ക് എപ്പോഴും ഒരു ഫ്രീ ഫ്ലോട്ടിങ് ആങ്സൈറ്റി അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കും. എന്താ അറിയില്ല, വല്ലാത്തൊരാതി. എന്താ അറിയില്ല, ഒരു സ്വസ്ഥത അല്ല. എന്താ അറിയില്ല, നെഞ്ചത്തൊരു കനം. എന്താ അറിയില്ല, ഭയങ്കര ക്ഷീണം. എന്താ അറിയില്ല, ജോലിക്കൊന്നും പോവാൻ. ഈ എന്താ അറിയാത്ത ഒരു ഫ്രീ ഫ്ലോട്ടിങ്, എല്ലായിടത്തും ഒരു പ്രയാസം, ഒരു ആവലാതി, ആദി കൂടുക. ആദി എന്നുള്ള വാക്കായിരിക്കും കൂടുതൽ ആപ്റ്റ്. ആദി നമ്മളെ ബാധിക്കുക എന്നുള്ളതാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ പ്രത്യേകത. അവർക്ക് ഒറ്റയ്ക്കൊരു ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. എങ്ങോട്ട് പോകുമ്പോഴും അവർക്ക് എന്തോ അറിയും, അവരിങ്ങനെ ആങ്ഷ്യസ് ആയി കഴിയും എന്നുള്ളതാണ്. രണ്ടാമത് പാനിക് ഡിസോർഡർ എന്നുള്ളത്. പാനിക് ഡിസോർഡർ കുറച്ചുകൂടെ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. പ്രത്യേകിച്ചും ഞാൻ ഈ എക്സ്പാട്രിയേറ്റ്സിന് സംസാരിക്കുന്ന സമയത്ത്, പ്രവാസികളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും ക്ലയൻസ് വന്നിട്ടുള്ളതാണ്. യുവാക്കളൊക്കെ ആയിട്ടുള്ള ആളുകൾ പാനിക് ഡിസോർഡർ വന്നിട്ട് വരാറുണ്ട്. അത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചിലപ്പോൾ കാരണം ഉണ്ടായിരിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ മരണമോ മറ്റൊക്കെ ഒരു കാരണമായിരിക്കാം. അതിനൊക്കെ ശേഷം നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടുന്നതായിട്ട് നമുക്ക് തോന്നാം. ഇതിപ്പോൾ ഇത് അറ്റാക്ക് ആവുമോ എന്ന് പേടി തോന്നാം. അല്ലെങ്കിൽ ഒരു സമയത്ത് ഉറങ്ങി എണീക്കുമ്പോൾ പെട്ടെന്ന് എന്തോ കണ്ടിട്ട് ഞെട്ടി എണീക്കുന്നതായിരിക്കാം. പക്ഷെ നമ്മളാകെ വിയർത്ത് കുളിച്ചിരിക്കുന്നു. ഫാനൊക്കെ കറങ്ങുന്നുണ്ട്, എന്നാൽ പോലും നമ്മളാകെ വിയർത്ത് കുളിച്ചിരിക്കുന്നു. AC ഓണാണ്, എന്നാലും നമ്മൾ വിയർത്ത് കുളിച്ചിരിക്കുക. ആകെ ബുദ്ധിമുട്ട്. എന്താ അറിയില്ല, ഹൃദയമിടിപ്പൊക്കെ വല്ലാണ്ട് കൂടിയിരിക്കുന്നു. ആകെ കയ്യും കാലും തളർന്നു പോകുന്ന പോലെ തോന്നുന്നു. നേരത്തെ പറഞ്ഞ ആ ഒരു ക്ഷീണവും പ്രയാസവും ഒക്കെ കൂടെ ഒന്നിച്ചിങ്ങോട്ട് വരുന്നു. ഞാൻ മരിക്കാൻ പോവാണെന്ന് ചിന്തിക്കുന്നു. പാനിക് ഡിസോർഡറിനെ പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു പേര് തന്നെ ഉണ്ട്. പാനിക് അറ്റാക്ക് ഉണ്ടാകുകയാണ്. അറ്റാക്കിനോട് ടാക്കിക്കാർഡിയ എന്ന് പറയും. നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്ന ഒരവസ്ഥയ്ക്ക് ആ രോഗത്തിൽ നമ്മളെപ്പോഴും കാണാറുണ്ട്. ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, ഞാൻ ടോയ്ലറ്റിലിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ കയ്യും കാലും കുഴയുന്നതായിട്ട് എനിക്ക് തോന്നി. കയ്യും കാലും കുഴഞ്ഞു പോകുന്നത് മരണത്തിൻ്റെ കാര്യമാണല്ലോ എന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ കൂടുന്നത് ഞാൻ അറിഞ്ഞു. പടപടാ എന്നടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് ഡോർ തുറന്ന് ഒരൊറ്റ വീഴലാണ് എൻ്റെ ഡോർമെട്രിയുടെ ഉള്ളിലേക്ക് എന്ന്. ആളുകളൊക്കെ കൂടി എന്താ പെട്ടെന്ന് തെറിച്ച് വീഴുന്നതെന്ന് വിചാരിച്ച് നോക്കി. അവനെ പിടിച്ചിരുത്തി. അവൻ മരിക്കാൻ പോവാണെന്നുള്ള രീതിയിലേക്ക് അവൻ എത്തി. ആകെ ഇരുന്ന് വിയർക്കാണ്, പ്രശ്നമാണ്. അവൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കൂടുന്നുണ്ടായിരുന്നു. നേരെ ഹോസ്പിറ്റലിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോയി കാണിച്ചു. അവിടുന്ന് പിന്നെ ചെക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ സൈക്കാട്രിയിലേക്ക് വിട്ടു എന്ന് പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. സൈക്കാട്രിയിൽ നിന്ന് സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആൾ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യമൊക്കെ കൂടെ കണ്ടപ്പോൾ മരിക്കാണ്, എൻ്റെ കാലം കഴിഞ്ഞു എന്ന് പേടിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഫോബിയാസ് എന്ന് പറയുന്നത് അടുത്ത ഡിസോർഡറിലേക്ക് മൂവ് ചെയ്യാണ്. ഫോബിയാസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകം ഇപ്പോൾ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിൽ ഞാൻ പറഞ്ഞു, ഒരു നിശ്ചിത വിഷയത്തെ എന്ന് പേടിയില്ലാതിരിക്കുക. പാനിക് ഡിസോർഡറിൽ ഞാൻ പറഞ്ഞു, അറ്റാക്ക് വരുമോ അല്ലെങ്കിൽ മരിക്കാൻ പോവാണോ, പ്രയാസപ്പെടുന്ന ആളുടെ ഫിസിക്കലി പ്രയാസം ഉണ്ടാകുക, അതാണ് പാനിക് ഡിസോർഡറിലെങ്കിൽ. ഫോബിയാസിലുള്ളതാണ് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. ഇപ്പം പൂച്ചയെ പേടിയുള്ള ആളുകൾ,
പാറ്റയെ പേടിയുള്ള ആളുകൾ, ഇതൊക്കെ ഫോബിയാണ്. ഹൈറ്റിന് പേടിയുള്ള ആളുകൾ, ഇരുട്ടിന് പേടിയുള്ള ആളുകൾ, അങ്ങനെ തുടങ്ങി പ്രത്യേക ഫോബിയാസ് പിന്നെ ഉള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ മാത്രം, അടഞ്ഞ സ്ഥലത്തെ പേടിയുള്ള ആളുകൾ, നീഡിലിന് പേടിയുള്ള ആളുകൾ, അങ്ങനെ പല രീതിയിൽ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നതിന് പേടിയുള്ള ആളുകൾ, അങ്ങനെ ഏതെങ്കിലും ഒരു നിശ്ചിത വിഷയത്തിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരുന്ന ഫിയറിനെയാണ് ഫോബിയ, ആങ്സൈറ്റിയാണ് സ്പെസിഫിക് ഫോബിയ എന്നറിയപ്പെടുന്നത്. ഒരുപാട് ഫോബിയാസ് ഉണ്ട്, എല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ ചുറ്റുപാടും നമുക്ക് വിചിത്രമായി തോന്നുന്ന പല ഫോബിയാസും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല അതിലേക്ക്. ഇപ്പം സാധാരണഗതിയിൽ റീസണബിൾ ആയിട്ട് തോന്നും. ഇപ്പോൾ പാമ്പിനെ പേടി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ റീസണബിൾ ആണ്, അപ്പോൾ അതൊന്നും വലിയൊരു പ്രശ്നമല്ല. പക്ഷെ അകാരണമായ രീതിയിൽ പാമ്പിനെ പേടിക്കുക, ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങാൻ ഒരാൾക്ക് പേടി, പാമ്പുണ്ടെങ്കിലും ആ രീതിയിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ അതിന് വേണമെങ്കിൽ ഈ സ്പെസിഫിക് ഫോബിയയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. റീസണബിൾ എന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല. അത് തന്നെയാണ് ഫോബിയയുടെ റീസണബിൾ എന്ന് പറയുന്നില്ല. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നതാണ് അടുത്തുള്ളത്. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ എന്നെ വാച്ച് ചെയ്യാണ്. ഡെല്യൂഷനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്, ആങ്സൈറ്റിയെ കുറിച്ചാണ്. വാച്ച് ചെയ്യുന്നു, അവരെന്നെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. ഉദാഹരണത്തിന് എൻ്റെ ഒരു ആളുണ്ടായിരുന്നു, അദ്ദേഹം പറയും, പുറത്തുനിന്ന് ഞാനൊരു ഭക്ഷണം കഴിക്കൂല, ഒരു ഹോട്ടലിൽ നിന്ന് ഞാനൊരു ചായ കുടിക്കുകയാണെങ്കിൽ എൻ്റെ കൈ ഇങ്ങനെ വിറക്കും. ഞാനിങ്ങനെ നോക്കും ആരെങ്കിലും എന്നെ വാച്ച് ചെയ്യുന്നുണ്ടോ. എൻ്റെ കൈ ഇങ്ങനെ വിറക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ നോട്ടം കാണുമ്പോൾ പലരും എന്നെ നോക്കുകയും ചെയ്യും. അതോടുകൂടിയിട്ട് എനിക്ക് ആ ചായ കുടിക്കാനുള്ള മൂഡ് പോകും. കഴിയില്ല എന്നെ കൊണ്ട് ആ ചായ കുടിക്കാൻ, ഞാൻ പോകും. ഒരു 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 മുസ്ലിം മത പണ്ഡിതൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നിസ്കരിക്കാൻ അദ്ദേഹം ഇമാമ നിൽക്കേണ്ട, ലീഡ് ചെയ്യേണ്ട ആളാണ് നിസ്കാരത്തിന്. ആ മനുഷ്യന് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആളുകളൊക്കെ എൻ്റെ ഖുർആൻ പാരായണത്തെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് എൻ്റെ തെറ്റുകൾ മൈന്യൂട്ടായിട്ട്, ചിലപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത തെറ്റുകൾ, അയാൾക്കത് തോന്നുകയാണ് ഇതൊക്കെ തെറ്റായിരിക്കും, ഇതൊക്കെ അവർക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നും. എന്നിട്ട് പിന്നെ അതിൻ്റെ തിക്തഫലങ്ങൾ പിന്നീട് ഞാൻ അനുഭവിക്കേണ്ടി വരും. ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു മനുഷ്യന് ടോളറേറ്റ് ചെയ്യാൻ പ്രയാസമുള്ള എക്സ്പീരിയൻസ്. അതോടുകൂടിയിട്ട് അയാൾക്ക് ഈ ആങ്സൈറ്റിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ശാരീരികവും മാനസികവുമായിട്ടുള്ള പെരുമാറ്റത്തിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു എന്നുള്ള, അയാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് ഭക്ഷണത്തോട് വിരക്തി തോന്നുന്നു, അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ വരിക. അതാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറുള്ള ആളുകൾ പൊതുവെ ആളുകളോട് മിണ്ടാതിരിക്കാനും ആളുകൾ കൂടുന്ന സ്ഥലത്തേക്ക് വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കും. പലപ്പോഴും ഇത് നമ്മുടെ കുട്ടികളിലൊക്കെ ഉണ്ടാവാറുണ്ട്. നമുക്കത് പിന്നെ അണ്ടർ ഡയഗ്നോസ് ചെയ്തിട്ട് മടിയന്മാരാണെന്ന് പറയും. കുട്ടികൾക്ക് പറയാൻ മടിയായിരിക്കും. ഇപ്പം എൻ്റെ അടുത്തൊരു കുട്ടി വന്നത് ഡിഗ്രി പഠിക്കുന്ന കുട്ടിയാണ്. കോളേജിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് കോളേജിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഇവൻ കോളേജിൽ പോകാത്തതിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. സംസാരിച്ച് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് സോഷ്യൽ ആങ്സൈറ്റിയാണ്, അതുകൊണ്ടാണ് കോളേജിൽ പോകാത്തത് എന്നറിയുന്നത്. കാരണം ആ കുട്ടി കുറച്ചൊക്കെ ലോജിക്കലാണ്, കുറച്ചൊക്കെ ബുദ്ധിയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടി പറയാം, ഇത് എനിക്ക് ആളുകളോട് പറയാൻ മടി തോന്നുന്നു സാർ. ആ രീതിയിൽ വരാറുണ്ട്. അപ്പം നമ്മളും കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയാലാണ് നമ്മളോട് ഒരാൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഈ കേട്ട അനുഭവമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാനും റെസ്മേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അഗോറോഫോബിയ എന്ന് പറയുന്നതാണ് അടുത്തൊരു രോഗം ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അഗോറോഫോബിയ എന്ന് പറയുന്നത് രക്ഷപ്പെടാൻ പ്രയാസമുണ്ട് എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്കുണ്ടാകുന്ന ഈ പാനിക് ഡിസോർഡർ പോലെ ഉണ്ടാകുന്ന കയ്യും കാലും വിറക്കുക, ഹാർട്ട് ബീറ്റ് കൂടുക എന്നൊക്കെയുള്ള നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഒക്കെ രക്ഷപ്പെടാൻ പണി തോന്നുന്നിടത്ത്, ഉദാഹരണത്തിന് നമ്മൾ ലിഫ്റ്റിനകത്ത്, ട്രാഫിക് ജാമിനകത്ത്, ഇപ്പോൾ 4 ആൾ കൂടിയ സ്ഥലത്ത്, അവിടെ നിന്നൊക്കെ എസ്കേപ്പ് കുറച്ച് പ്രയാസമാണ് എന്ന് നമുക്ക് തോന്നുന്നിടത്ത് വരുന്ന ഒരു തരത്തിലുള്ള ഈ ഫോബിയ, നേരത്തെ പറഞ്ഞ ഇമോഷണലും ഫിസിക്കലിയും ഒക്കെ വരുന്ന ആ അവസ്ഥയാണ് അഗോറോഫോബിയ. ഞാൻ നേരത്തെ ട്രയാങ്കിൾ കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോഗ്നിഷനിൽ വരും, ഇമോഷനിൽ വരും, ഫിസിക്കൽ സിംറ്റംസ്, ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ എനിക്ക് കഴിയൂലേ, ഇപ്പോൾ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, പിന്നിൽ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് എനിക്ക് പാനിക് ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് രക്ഷപ്പെടൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ
സർ ഒരു സെക്കൻഡ്, സ്ലൈഡ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ? ചേഞ്ച് ആയിട്ടില്ല കേട്ടോ. ടൈപ്സ് ചേഞ്ച് ഓഫ് ആയിട്ടില്ല. സെക്കൻഡ്. അപ്പൊ ഇതുവരെ ഞാൻ പറയുന്നതൊന്നും സ്ലൈഡ്സ് വന്നിട്ടില്ല. ഇല്ല, ആ ഫസ്റ്റ് സ്ലൈഡ് തന്നെയായിരുന്നു. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടോ? യെസ്, ടൈപ്സ് ഓഫ് ആൻസൈറ്റി ഡിസോർഡേഴ്സ്. അയ്യോ, ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും അപ്പം എത്തിയിട്ടുണ്ടായിരുന്നില്ല. കാണുന്നുണ്ടോ ഇപ്പം? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു. കുറച്ച് മുമ്പേ പറയായിരുന്നു, സോറി. അല്ല, നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അഗോറോഫോബിയ എന്ന് പറയുന്നതാണ് ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഗോറോഫോബിയയ്ക്ക് ശേഷം ഇപ്പം സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡറിൽ വരാറുള്ളതാണ്. ഇപ്പം സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ വല്ലാണ്ട് കരയുന്നത് നമ്മൾ കാണാറുണ്ട്. എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുമ്പോൾ കരയും, അത് നോർമലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് നോർമൽ റെസ്പോൺസ് ആണ്, ഒരു ഹ്യൂമൻ ബിഹേവിയറിൽ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു കുട്ടി അതിയായി കരയുന്നു, വല്ലാണ്ട് പ്രശ്നമാക്കുന്നു, സ്കൂളിൽ പോയതിന് ശേഷം സ്കൂളിൽ നിന്ന് ചാടി വീട്ടിലേക്ക് തന്നെ വരുന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അയാളൊരു സിംഗിൾ പാരൻ്റ് ആണ്. ആളുടെ ഭാര്യ മരിച്ചു പോയതിന് ശേഷം മകന് നോക്കുന്നത് ഈ അച്ഛനാണ്, ഫാദറാണ്. ഫാദറിന് പിരിഞ്ഞിരിക്കാൻ മോൻക്ക് കഴിയുന്നേ ഇല്ല. അത് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡറിൽ വരുന്ന അസുഖമാണ്. സെലക്റ്റീവ് ഓർ ഇലക്റ്റീവ് മ്യൂട്ടിസം എന്ന് പറഞ്ഞിട്ട് ഒരു ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്. അത് പറഞ്ഞാൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും അടുത്ത റിലേറ്റീവ്സിൻ്റെ മുമ്പിൽ നമുക്ക് സംസാരിക്കാനൊന്നും പ്രശ്നമില്ല. അതല്ലാത്തൊരാളുടെ പ്രസൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈവൻ അച്ഛൻ കൂടെ ഉണ്ടെങ്കിലും അമ്മ കൂടെ ഉണ്ടെങ്കിലും മറ്റൊരാൾ പുറത്തു നിന്നുള്ള ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മൾ മ്യൂട്ടായി പോകുന്നു. റെയറായിട്ട് കാണാറുള്ളൂ, പക്ഷെ കാണാറുള്ള, നമ്മുടെ ക്ലിനിക്കിൽ വരാറുള്ള ഒരു കേസാണ് സെലക്റ്റീവ് ഓർ ഇലക്റ്റീവ് മ്യൂട്ടിസം എന്നറിയപ്പെടുന്ന രോഗം. പിന്നെയുള്ളത് ആങ്സൈറ്റി ഡിസോർഡർ ഡ്രഗ് ഉപയോഗിച്ചതിന് ശേഷം വരുന്നതാണ്. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പുതിയ കാലത്ത് നമുക്കറിയാം ഒരുപാട് ഡ്രഗ് യൂസേജുകളുണ്ട്. അപ്പം ഈവൻ നമ്മൾ പിന്നെ സിഗരറ്റിലൊന്നും ഇത്തരത്തിൽ ആങ്സൈറ്റി ഒന്നും വരുന്ന രോഗങ്ങൾ വരുന്നില്ല. പക്ഷേ നിക്കോട്ടിൻ സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് വരുന്നില്ല. ആൽക്കഹോൾ, കനാബിസ്, കനാബിനോയിഡ് അങ്ങനത്തെ സാധനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മെത്ത്, MDMA അങ്ങനത്തെ ഇതിലൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഏതൊക്കെ അർത്ഥത്തിലാണ് സെക്കൻഡ് സ്റ്റേജിൽ ഡാമേജ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് സ്റ്റേജിൽ പൊതുവേ അതിനൊരു, ഇപ്പോൾ ആൽക്കഹോൾ ആണെങ്കിൽ അതൊരു ഡിപ്രസൻ്റ് ആണ്, കനാബിസ് ആണെങ്കിൽ അതൊരു ഡിപ്രസൻ്റ് ആണ്, മെത്താണെങ്കിൽ സ്റ്റിമുലൻ്റ് ആണ് എന്നൊക്കെയുള്ള ഹാലൂസിനോജൻസുകളുടെ വേറെ ഉണ്ട്. അങ്ങനത്തെയൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിൻ്റെ വിഡ്രോവൽ ഫേസിലോ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് സ്റ്റേറ്റിൽ തന്നെ പലപ്പോഴും സെക്കൻഡ് സ്റ്റേജിൽ ആങ്സൈറ്റിയൊക്കെ വരാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ ചോദിക്കാവുന്നതാണ്. ഞാൻ മൂവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്താണ് ആങ്സൈറ്റി എന്ന് പറഞ്ഞു, സാധാരണഗതിയിൽ ആങ്സൈറ്റി എവിടേക്കാണ് നമ്മളെ ബാധിക്കുന്നത് എന്ന് പറഞ്ഞു. ആങ്സൈറ്റിയുടെ വിവിധ തരത്തിലുള്ള ആങ്സൈറ്റി രോഗങ്ങൾ, നമ്മുടെ ഹോസ്പിറ്റലുകളിൽ കാണാറുള്ള രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇനി എന്തുകൊണ്ടാണ് ആങ്സൈറ്റി വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു കോമൺ എറ്റിയോളജി, ഒരു കാരണവശാലും ഇത് ആങ്സൈറ്റിയുടെ കാരണം ബയോളജിക്കലാണ്, ജനറ്റിക്കലാണ്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് മാത്രമാണ് എന്നൊന്നും റെസ്ട്രിക്റ്റ് ചെയ്ത് ഒരു സിംഗിൾ കോസിലേക്ക് ലിമിറ്റ് ചെയ്യാൻ കഴിയില്ല. ഇത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ബഹുമുഖ പ്രതിഭാസമാണ് എന്ന് തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ പല കാരണങ്ങളുണ്ടാകും. ഞാൻ ഒരു 5 കാരണങ്ങൾ ഇവിടെ പൊതുവായിട്ട് കാണാറുള്ള 5 കാരണങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. നമ്മുടെ ശാരീരികമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, അമിഗ്ഡാലയാണ് ഇമോഷൻ്റെ സെൻറ്റർ എന്നാണ് പറയുക.
അപ്പം കെമിക്കൽ ഇംബാലൻസുകളാണ് പൊതുവെ ആങ്സൈറ്റിക്ക് കാരണമാവെന്ന് പറയാറുണ്ട്. അതിലെപ്പോഴും പറയാറുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ, ന്യൂറോ കെമിക്കൽ എന്ന് പറയുന്നത് ഗാബ ആൻഡ് സെറാട്ടണിൻ എന്നുള്ളതാണ്. ഗാബയുടെയും സെറാട്ടണിൻ്റെയും വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് ഡൗൺ ആകും. സെറാട്ടണിനൊക്കെ നമുക്കറിയാം, ഹാപ്പി ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഒന്നാണ് സെറാട്ടണിൻ. ഡോപ്പമിൻ്റെ ഒക്കെ കൂടെ പറയാറുള്ളതാണ്. ഡോപ്പമിൻ കുറച്ചും കൂടെ അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണെങ്കിൽ സെറാട്ടോണിൻ എന്ന് പറയുന്നത് ഒരു കാംനെസ്, ഹാപ്പിനെസ് ഒക്കെ തരുന്നതാണ്. അത് നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് നമുക്ക് ആങ്സൈറ്റി വരുമെന്നാണ് ബയോളജിക്കൽ സ്റ്റഡീസ് പറയുന്നത്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിൽ പ്രധാനമായും നമ്മുടെ ചെറുപ്പകാലത്തുള്ള അനുഭവങ്ങൾ തന്നെയാണ് സൈക്കോളജി എപ്പോഴും എടുത്തു പറയാറുള്ളത്. ഒരു കോൺഫിഡൻ്റായി നമ്മുടെ ഒരു കുട്ടിയെ വളർത്തി വെൽ റെയ്ഡായിട്ട് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് ആങ്സൈറ്റിയുടെ സാധ്യതകളൊക്കെ കുറവാണ്. നല്ല ബോണ്ടിങ് ഒക്കെ അനുഭവിച്ചു വരുന്നവരാണെങ്കിൽ കുറവാണെന്ന് പറയാറുണ്ട്. പക്ഷേ ചെറുപ്പകാലത്ത് ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവാൻ പലപ്പോഴും അറ്റാച്ച്മെന്റ് തിയറീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ചെറുപ്പത്തിൽ അബാൻഡൻമെന്റ് ഒക്കെ ഫീൽ വരുന്നത് പറയാറുണ്ട്. പിന്നെ ചെറുപ്പകാലത്തുള്ള അബ്യൂസുകൾ, നെഗ്ലക്റ്റ്, നമ്മൾ പറയാറില്ലേ കുട്ടികളോട് വല്ലാണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഇട്ട് പോകട്ടോ എന്നൊക്കെ പറയുന്ന ഒരു വാക്കില്ലേ, ആ വാക്കുകൾ വരെ ഭാവിയിൽ നമ്മുടെ കുട്ടികളുടെ ആൻസൈറ്റി എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുമെന്നാണ് സൈക്കോളജി പറയാറുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ആൻസൈറ്റിയിൽ തന്നെ ഞാൻ നമ്മുടെ ക്ലസ്റ്റർ സി പേഴ്സണാലിറ്റിയിൽ ചില ട്രൈറ്റുകളൊക്കെ ആൻസൈറ്റിയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അതേപോലെ തന്നെ ICD-യും DSM-ഉം അല്ലാതെ നമ്മൾ ന്യൂറോട്ടിസിസം, പെർഫെക്ഷനിസം എന്നൊക്കെ പറയുന്ന ബിഗ് 5 ഫാക്ടേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സുകളൊക്കെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സായിട്ട്, പേഴ്സണാലിറ്റി ട്രൈറ്റുകളൊക്കെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പുതിയ ജനറേഷനെ കുറിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പോപ്പുലർ ആയതിനു ശേഷം വന്ന ജനറേഷനെ കുറിച്ച് ഒരു പുസ്തകം, ആങ്ഷ്യസ് ജനറേഷൻ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ ഉണ്ട്. ജോനാഥൻ ഹാരിസ് എന്ന് പറയുന്ന ഒരു റൈറ്ററുടെ, ഒരു ഓഥറുടെ ഒരു പുസ്തകം തന്നെയുണ്ട്. പുതിയ കാലത്ത് ഈ മൊബൈൽ ഫോൺ ടെക്നോളജി സജീവമായ സമയത്ത് ഉണ്ടായ കുട്ടികൾ, ആ കുട്ടികൾ ആങ്ഷ്യസ് ജനറേഷനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എപ്പോഴും ആങ്സൈറ്റി അനുഭവിക്കുന്ന ഒരു ജനറേഷനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ചർച്ച ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങളാണ്. എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത് നമ്മുടെ ഇക്കോളജിക്കൽ ആവാം, അതേപോലെ തന്നെ നമ്മൾ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റങ്ങൾ, സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റങ്ങളും ആവാം. അതിൽ മെൻഷൻ ചെയ്ത് കാണാം നിങ്ങൾക്ക് നമ്മുടെ ജോബ്. ഇന്ത്യയിലൊക്കെ വരുമ്പോഴത്തേക്ക് അൺഎംപ്ലോയ്മെന്റ് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ നമ്മളൊരു ലാമി കൺട്രീസിലാണ്, ലോ ആൻഡ് മിഡിൽ ഇൻകം ക്ലാസ് കൺട്രീസിൽ വരുന്നതായതുകൊണ്ട് നമുക്ക് പലപ്പോഴും ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇല്ലായ്മ നമ്മൾ ഫേസ് ചെയ്യേണ്ടതുണ്ട്. കേരളത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ പിന്നെ പട്ടിണി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ആങ്സൈറ്റി, അത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഒരു കാരണമാവാറുണ്ട്. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കാരണമാവാറുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം മിഡിൽ ഈസ്റ്റിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് ഇപ്പോൾ അത് വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ ഞായറാഴ്ചയായിട്ട് കൂട്ടുകാരുമായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് പലരും ആദ്യ പങ്കുവെക്കുകയാണ്, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലടാ, ഓരോ കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല എന്ന് പറയുന്ന ആദ്യ പങ്കുവെക്കുന്നുണ്ട്. ആ ആദിയും ആവലാതിയും ഒക്കെ ഒരു പരിധിയിലധികം ആവുക അയാളുടെ ജീവിതത്തെ ബാധിക്കുക, അയാളുടെ ഉറക്കത്തെ ബാധിക്കുക, അയാളുടെ അറ്റൻഷനെ, അയാളുടെ പെരുമാറ്റത്തെയൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് പാറ്റേൺസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രസ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊഗ്നിഷൻ അഡാപ്റ്റീവ് കൊഗ്നിഷനെ മാലഡാപ്റ്റീവ് കൊഗ്നിഷനായിട്ട് മാറിപ്പോകും. മാലഡാപ്റ്റീവ് കൊഗ്നിഷൻ്റെ പ്രത്യേകത നമുക്ക് തെറ്റായ രീതിയിലാണ് പിന്നെ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നത്. എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു, കാറ്റസ്ട്രോഫായിട്ടാണ് നമ്മൾ വിജയിച്ച 5 സാഹചര്യങ്ങളും പരാജയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് വിചാരിക്കുക. ആ വിജയിച്ച 5 സാഹചര്യങ്ങളും മറന്നു പോവുകയും പരാജയപ്പെട്ട ഒന്നിലേക്ക് നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ ഹാങ് ചെയ്ത് അതിലിങ്ങനെ ഹുക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ പലപ്പോഴും വരും. എന്നിട്ട് അതിൻ്റെ ബേസിൽ നമ്മൾ ഡിസൈഡ് ചെയ്യും
അല്ലെങ്കിൽ പേഴ്സണലൈസ് ചെയ്യും. പല കാരണങ്ങളുണ്ടാവാം, നമ്മുടേതല്ലാത്ത ഒരുപാട് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം. പക്ഷെ നമുക്ക് തോന്നും നമ്മളാണ് ഉത്തരവാദി, നമ്മളാണ് പ്രശ്നക്കാരൻ, നമുക്കൊന്നും ശരിയാവില്ല എന്നൊക്കെയുള്ള രീതിയിൽ പേഴ്സണലൈസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വരാം. ഓവർ ജനറലൈസേഷൻ, അതൊക്കെ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സിൽ CBT എന്നൊക്കെ പറഞ്ഞിട്ട് തെറാപ്പി കൊടുക്കാറുണ്ട് ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക്. CBT കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പണി അവരുടെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്, മാലഡാപ്റ്റീവ് കോഗ്നിറ്റീവ് തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ലിസ്റ്റ് ചെയ്യലും ആ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള കോഗ്നിഷനെ കറക്റ്റ് ചെയ്യലും ചലഞ്ച് ചെയ്യലും ഒക്കെയാണ് ഉള്ളത്. ഇതിൽ കാറ്റസ്ട്രോഫിക് തിങ്കിങ്ങും ഓവർ ജനറലൈസേഷനും ഓൾറെഡി ഞാൻ ഈ സ്ലൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ ഓഫ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞതാണ് പ്രശ്നങ്ങളെ വലുതാക്കി കാണാം. ആൻഡ് മിനിമൈസിങ് ദി പോസിബിലിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസിനൊക്കെ മിനിമൈസ് ചെയ്യാം. സാഹചര്യങ്ങളൊക്കെ, സാധ്യതകൾ, നല്ല സാധ്യതകളൊക്കെ മിനിമൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് വലുതായിരിക്കാം, പക്ഷെ അതിനെ മിനിമൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ നമ്മുടെ ആങ്സൈറ്റിയെ പെർപെട്രേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് എന്നാണ് കോഗ്നിറ്റീവ് പാറ്റേൺസിൽ പറയുന്നത്. ആൻഡ് ലേൺഡ് ബിഹേവിയർ, ചിലപ്പോൾ നമ്മൾ പഠിച്ചെടുത്തത്, ഇപ്പം ചില പേടികളൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പം എൻ്റെ വൈഫിന് പാറ്റയെ പേടിയാണെങ്കിൽ എൻ്റെ മോൾക്കും പാറ്റയെ പേടി. അത് ലേൺഡ് ബിഹേവിയർ ആണ്. അത് ഇമിറ്റേറ്റ് ചെയ്തിട്ട് പാരൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ മറ്റേ ഇമിറ്റേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോയതിന് ശേഷം പുതിയ പേടിയൊക്കെ ആയിട്ട് ചില കുട്ടികളൊക്കെ തിരിച്ചു വരും. അത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചെടുക്കുന്നതാണ്. സ്കൂളിൽ പോയതിന് ശേഷം ചില പേടികളൊക്കെ ആയിട്ട് തിരിച്ചു വരിക, അതൊക്കെ അവിടെ പോയതിന് ശേഷം പഠിച്ചെടുക്കുന്ന പേടികളാണ്. I hope this is clear to you. And moving to the next slide. ഡയഗ്നോസിസ് ഓഫ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലാണ് ആങ്സൈറ്റി ഡിസോർഡർ ആണ് എന്ന് ഡയഗ്നോസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ 8-10 രോഗങ്ങളിൽ ഏത് രോഗമാണ് എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു തെറാപ്പിസ്റ്റ്, ഒരു ക്ലിനീഷ്യൻ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, ക്വസ്റ്റനെയറുകൾ ഉണ്ടാകും, അതേപോലെ തന്നെ ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അയാൾ ടെസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഉദാഹരണത്തിന് ഇവിടെ ഫിസിക്കൽ ലാബ് ടെസ്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഹോർമോണൽ ഇംബാലൻസുകളും വരാം, ന്യൂറോ കെമിക്കൽ ഇംബാലൻസുകളും വരാം. ഹോർമോണൽ ഇംബാലൻസിൽ പെട്ടതാണ് തൈറോയിഡിലുള്ള പ്രശ്നങ്ങളൊക്കെ. പിന്നെ ഏതെങ്കിലും അസുഖം വന്നതിന് ശേഷം വരുന്ന ആങ്സൈറ്റി ഉണ്ട്, അത് വേറെ തന്നെ, ഹെൽത്ത് ആങ്സൈറ്റീസ് വേറെ തന്നെ ഉണ്ട്, അതിനെക്കുറിച്ച് പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെയും ഒരു സാധ്യത ഉണ്ട്, എന്തെങ്കിലും ഒരു അസുഖം ഡയഗ്നോസ് ചെയ്തതിന് ശേഷം വരുന്ന ആങ്സൈറ്റികൾ, അല്ലെങ്കിൽ ഒരു അസുഖവും ഇല്ലാതെ തന്നെ അസുഖം വരുമോ എന്നുള്ള രീതിയിൽ പേടിക്കുന്ന ആങ്സൈറ്റികളൊക്കെ ഉണ്ട്. പൊതുവായിട്ട് ആങ്സൈറ്റി ആസ് എ മൂഡ് എടുക്കുകയാണെങ്കിൽ എല്ലാ രോഗങ്ങളിലും ആങ്സൈറ്റി ഉണ്ട് എന്നാണ് പറയാം. ആങ്സൈറ്റി ആസ് എ ഇമോഷൻ, ഞാനിവിടെ ചർച്ച ചെയ്തിട്ടുള്ളൊരു ലൈന് ആങ്സൈറ്റി ആസ് എ ഡിസോർഡർ എന്നുള്ള രീതിയിലാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ചർച്ച ചെയ്തത്. ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മറ്റ് ക്വസ്റ്റ്യനറിൽ നിന്നുള്ള അഡാപ്റ്റേഷൻ തന്നെയാണ് GADയിൽ എന്നുള്ള ക്വസ്റ്റ്യനറിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്ന് നിങ്ങളുടെ ആൻസറൊക്കെ ഓൾമോസ്റ്റ് എവറി ഡേ നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നാണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ് എ നീഡ് ഫോർ എ ഫർദർ പ്രൊഫഷണൽ ഇവാലുവേഷൻ എന്നാണ്. ഇറ്റ്സ് എ സെൽഫ് അസസ്മെൻറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കാം, കഴിഞ്ഞ 2 ആഴ്ച കാലത്തിനിടയിൽ ഞാൻ ഭയങ്കര നെർവസ് ആകുന്നുണ്ടോ, ആങ്ഷ്യസ് ആകുന്നുണ്ടോ, ഒരു ഓൺ എഡ്ജ് ഫീലിംഗ് എനിക്ക് വരുന്നുണ്ടോ? ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ ഓരോന്നിനും നിങ്ങളെ ഇതിൽ ഒരു 1, 2, 3, 4, 5, 6, 7 ക്വസ്റ്റ്യനാണ് ഇതിലുള്ളത്. 7 ക്വസ്റ്റ്യന് നിങ്ങൾ നമ്പർ ഇട്ടിട്ട് ഇതിന് എന്താണ് നിങ്ങളുടെ അവസ്ഥ, ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ എന്ന് നോക്കാം. നോട്ട് ബീങ് ഏബിൾ ടു സ്റ്റോപ്പ് ഓർ കൺട്രോൾ വറിയിങ്, ബേജാറാവണ്ട, ആദിപ്പെടണ്ട, ആകുലതപ്പെടണ്ട എന്ന് മനസ്സിനോട് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല, നമ്മുടെ ചിന്ത മുഴുവൻ അതിൽ കെട്ടുപണഞ്ഞ് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ that indicate that we are anxious, worrying too much about different things. ഏതെങ്കിലും പ്രത്യേക കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചോ നമ്മളിങ്ങനെ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നായി ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നോക്കാം. റിലാക്സ് ചെയ്യാനേ കഴിയുന്നില്ല, ഒരു സ്വസ്ഥത കിട്ടുന്നേ ഇല്ല, സ്വസ്ഥമായിരിക്കാൻ കഴിയുന്നില്ല. നേരത്തെ പറഞ്ഞ ഇറിറ്റബിലിറ്റി നമ്മളിങ്ങനെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആങ്സൈറ്റിയാണ്. റെസ്റ്റ്ലെസ്നെസ്,
ഭയങ്കര ഇറിറ്റബിൾ ഫീലിംഗ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഫീലിംഗ് അഫ്രൈഡ് ആസ് സംതിങ് ഓഫുൾ മൈറ്റ് ഹാപ്പൻ, എന്തെങ്കിലും പ്രയാസമുള്ളത് സംഭവിക്കുമെന്നിങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ അധികെണ്ണത്തിനും നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ ഒക്കെ സംഭവിക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് എവറി ഡേ സംഭവിക്കുന്നുണ്ട് എന്നാണെങ്കിൽ നിങ്ങളൊരു ഫർദർ ഇവാലുവേഷൻ നടത്തണം. ഇത് ഞാൻ വേഗത്തിൽ തന്നെ മാറ്റുകയാണ്, കുറച്ചും കൂടെ 4-5 സ്ലൈഡും കൂടെ ബാക്കിയുള്ളത് കൊണ്ടാണ്. നമ്മുടെ ഓരോ ദിവസത്തെയും ഇതിങ്ങനെ ബാധിക്കുന്നതാണ്. ആങ്സൈറ്റി ഒരു വലിയ പ്രശ്നം തന്നെയാണ്, പരിഹരിക്കാവുന്നതാണ്. പരിഹാരം വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ പ്രശ്നമാണ്. അതല്ല പരിഹരിക്കാണ്ട് നമ്മളിങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളെ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ കോഗ്നിറ്റീവ് ഇമ്പാക്റ്റ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഒരു തവണ. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും നമുക്കൊരു കാര്യത്തിൽ തീരുമാനം എടുക്കാനും ഒന്നും കഴിയാത്ത അവസ്ഥ വരിക, നമുക്ക് എപ്പോഴും ആപലാതി, ഒരു ധൈര്യമില്ലാത്ത അവസ്ഥ, എല്ലാത്തിലും തെറ്റോ എന്ന് പേടി തോന്നുന്ന അവസ്ഥ. സോഷ്യൽ ഇമ്പാക്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആളുകളിൽ നിന്ന് മാറി നിൽക്കുന്നു, ജനങ്ങളെ ഇൻ്ററാക്ട് ചെയ്യാൻ കഴിയാണ്ട് വരുന്നു. നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പാനിക് ഡിസോർഡർ ഉള്ള ആളുകൾക്ക്, അഗോറോഫോബിയ ഉള്ള ആളുകളൊക്കെ പരമാവധി എസ്കേപ്പ് ആൻഡ് അവോയ്ഡൻസ്, അതായിരിക്കും അവരുടെ ഒരു അപ്രോച്ച്. എസ്കേപ്പ് ചെയ്യാം, പറ്റുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം, ഇനി പറ്റൂല എന്നുണ്ടെങ്കിൽ വേഗം ചെയ്തിട്ട് എസ്കേപ്പ് ആവുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ഓറിയൻറ്റേഷൻ തന്നെ. ഒക്യുപ്പേഷണൽ ഇമ്പാക്റ്റ്, നമ്മുടെ ജോലിയെ ഇത് സാരമായി ബാധിക്കും. നമുക്ക് പലപ്പോഴും ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നമുക്കിപ്പോൾ 2 വർഷം 4 വർഷത്തെ എക്സ്പീരിയൻസ് ആയി, നല്ലൊരു ജോലിക്ക് കൊടുത്താൽ ഈ എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ട് നല്ല ശമ്പളത്തിലേക്ക് മാറാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല, നമ്മൾ ഇതേ ജോലിയിൽ തന്നെ പിടിച്ചിരിക്കും. കാരണം നമുക്ക് പേടിയാണ്, റിജക്ഷൻ ഉണ്ടാവോ, ഇൻ്റർവ്യൂ ഫേസ് ചെയ്യേണ്ടേ, ഈ പേടിയൊക്കെ വന്നിട്ട് ഒരു ഒക്യുപ്പേഷണൽ പ്രോഗ്രസ്സിനെ വലിയ രീതിയിൽ ബാധിക്കും. റിലേഷൻഷിപ്പ് ഇമ്പാക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർലി ഡിപ്പെൻഡൻ്റ് ആവും. ചിലപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയ ബുദ്ധിമുട്ടോ എന്ന് പേടിച്ചിട്ട് നമ്മൾ എപ്പോഴും നമ്മളൊരു സ്നേഹവും ഇൻറ്റിമസിയും ഒന്നും അനുഭവിക്കാതെ അതിനൊക്കെ ഇങ്ങനെ മാറി നിൽക്കും. ഇൻറ്റിമേറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും പ്രശ്നമായാലോ എന്ന് പേടിച്ചിട്ട്, ആ റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാലോ എന്ന് പേടിച്ചിട്ട് മാറിയിരിക്കുന്ന നമുക്കൊരു ജെന്യുൻ ഒതൻറ്റിക് ലൈഫില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ ക്രോണിക് ഇൻസോംനിയ, ഹെഡ് ഏക്ക്, ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, GI സൈക്കോളജി എന്ന് പറയും, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സൈക്കോളജി. ആങ്സൈറ്റിയൊക്കെ ഉള്ള ആളുകളുടെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് അധികമായിരിക്കും. മൈഗ്രെയിൻ, ടെൻഷൻ ടൈപ്പ് ഹെഡ് ഏക്ക്, ഇത്തരം സാധനങ്ങളൊക്കെ കൂടുതലായിരിക്കും എന്ന് തന്നെയാണ് പഠനങ്ങളുള്ളത്. ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ വിഷയം ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിൻ്റെ 3rd ഭാഗത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വി ക്യാൻ അഡ്ജസ്റ്റ് അവർ ലൈഫ് സ്റ്റൈൽ. നമുക്ക് നന്നായി ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്യാം. 20 മിനിറ്റൊക്കെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന, 20 മിനിറ്റിൽ കൂടുതൽ നടക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആങ്സൈറ്റിയെ ഡീൽ ചെയ്യാനുള്ള ഒരു കെമിക്കൽ ബാലൻസിങ് ഒക്കെ അയാൾക്ക്, ഒരു ആൻറ്റിഓക്സിഡൻറ്റ് മെഡിസിനൊക്കെ കഴിക്കുന്നതിന് തത്തുല്യമായ രീതിയിലൊരു ഫിസിക്കലി ചേഞ്ചൊക്കെ വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നത്, പ്രോപ്പറായ സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ട്, ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ കിടന്നുറങ്ങുന്നത്, ആ ഉറങ്ങുന്ന സമയം തന്നെ മൊബൈൽ ഫോൺ ഇല്ലാതിരിക്കുക, കഫീനേറ്റഡ് ഡ്രിങ്ക്സ് ഒന്നും അടുത്ത സമയത്ത് കഴിക്കാതിരിക്കുക, ഹെവി മീലൊന്നും രാത്രി കഴിക്കാതിരിക്കുക, ബെഡ് കിടന്ന് TV കാണുക, പുസ്തകം വായിക്കുക ചെയ്യാതിരിക്കുക, അങ്ങനത്തെ സ്ലീപ്പ് ഹൈജീൻ പാലിക്കുക എന്നുള്ളത്. ജേർണലിങ് ചെയ്യുക എന്നുള്ളത്, ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്ലാഡ് ജേർണലിംഗ് ഒക്കെ, നമ്മൾ ഒരു ദിവസം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നിയ കാര്യങ്ങൾ എഴുതി വെക്കുക, നമ്മൾ ലേൺ ചെയ്ത കാര്യങ്ങൾ എഴുതി വെക്കുക, അച്ചീവ് ചെയ്ത കാര്യങ്ങൾ എഴുതി വെക്കുക, ഡിലൈറ്റഡ് ഫീൽ ചെയ്ത കാര്യങ്ങൾ എഴുതി വെക്കുക. അതാണ് ഗ്ലാഡ് ജേർണലിങ്ങിൽ. ഒരെണ്ണം മാത്രമാണ് ഗ്ലാഡ് ജേർണലിംഗ് ഒക്കെ ചെയ്യുക. ഇതൊക്കെ ഒരു ഫീൽ ഗുഡ് എക്സസൈസാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കുറേ ചേഞ്ചസ് ഉണ്ടാക്കും. നമുക്ക് നമ്മളെക്കുറിച്ച് പോസിറ്റീവായിട്ട് കുറേ കാണാൻ പറ്റും. കെമിക്കൽ ചേഞ്ചസും ഉണ്ടാക്കും. നമ്മുടെ ഈവൻ കൊഗ്നിഷൻ, നമ്മുടെ ചിന്തയിൽ നമ്മുടെ നെഗറ്റീവ് തന്നെ ഒരു കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്ന നെഗറ്റീവിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളൊരു റിഡംറ്റീവ് നരേഷനിലേക്ക് മാറുമെന്നാണ് സൈക്കോളജി പറയുന്നത്. സോ ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് പൊതുജനങ്ങളോട് ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. പിന്നെ നല്ല ഗ്രൂപ്പ്, ഒരു ടീം ഉണ്ടാവുക, നമുക്ക് പറയാൻ ഒരു പിയർ സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടാവുക. ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ
നമ്മുടെ കൂടെ ആളുകളുണ്ടാവും. എന്തെങ്കിലും വന്നാൽ നമുക്ക് നല്ല സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ പലരും പറയാറുണ്ട്, എന്തെങ്കിലും വന്നാൽ എനിക്ക് എൻ്റെ നാടുണ്ട് എന്നുള്ള ധൈര്യമുണ്ട്. ഇതൊക്കെ നമ്മുടെ ആങ്സൈറ്റിയെ ഡീൽ ചെയ്യുന്നതിലൊരു പ്രധാന വിഷയം തന്നെയാണ്. നാട്ടിലെ ക്ലബിൻ്റെ പ്രവർത്തകർ വരെ നമ്മുടെ ആങ്സൈറ്റിയെ മാറ്റുന്നതിൽ പ്രധാനപ്പെട്ടവരാണെന്നാണ് ഞാൻ പറയാം. എൻ്റെ കൂട്ടുകാരന് അടുത്ത സമയത്ത് ഒരു രോഗം വന്നു, ഡയഗ്നോസ് ചെയ്തു. ഒരു വലിയ രോഗം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇനി ആ ടെസ്റ്റ് റിസൾട്ടും കൂടി വന്നാൽ ഞാൻ അവനോട് ചോദിച്ചു, എന്ത് തോന്നടാ? അവൻ തിരിച്ച് ഞങ്ങളെടുത്ത് മറുപടി പറഞ്ഞു, നിങ്ങളൊക്കെ ഇല്ലേ, പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ നോക്കൂ എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. അവൻ്റെ ആങ്സൈറ്റിക്ക് മെഡിസിൻ ആകുന്നത് നാട്ടിലുള്ള ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല, നാട്ടിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ ബോധമാണ്. ആ നാടവന് കൈവിടില്ല എന്നുള്ള ബോധമാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ആ ഒരു സോഷ്യൽ സ്ട്രക്ചർ അടക്കം എല്ലാം വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ആങ്സൈറ്റിയെ മാനേജ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ക്ലിനിക്കിലേക്ക് വരികയാണെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ CBT, ഞാൻ നേരത്തെ പറഞ്ഞു, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് ഇപ്പം ഹൈലി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു എവിഡൻസ് ബേസ്ഡ് അപ്രോച്ച് ആയിട്ട് പറയുന്നത്. ERP, എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പികൾ, പിന്നെ റിലാക്സേഷൻ, JPMR പോലെയുള്ള മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനുകൾ പോലെയുള്ള റിലാക്സേഷൻ ടെക്നിക്കുകളൊക്കെയാണ് സൈക്കോളജിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നത്. ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് SSRI ഡ്രഗ്, സെറാറ്റോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന SSRI കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള മെഡിസിന്, ബെൻസോഡയസ്പിനൊക്കെ കുറഞ്ഞ കാലത്തേക്ക് എങ്കിലുമായിട്ട് തന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. പലപ്പോഴും മെഡിസിൻ എടുക്കാനൊക്കെ ആളുകൾ മടി കാണിക്കാറുണ്ട്. തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ പലപ്പോഴും ഉള്ള കുഴപ്പം. മെഡിസിൻ എടുത്താൽ കാലകാലം കഴിക്കേണ്ടി വരുമോ, ഞാനിതിന് അഡിക്റ്റായി പോകുക. ബെൻസോഡയസ്പിൻ അഡിക്ഷൻ വരും, ശരിയാണ്, അത് ഉറക്കം കൂട്ടാനുള്ള ഗുളികയാണ്. അപ്പോൾ ചിലപ്പോൾ അഡിക്ഷൻ വരും എന്നല്ല, അത് ഡോക്ടർ മാനേജ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ സാധ്യത ഇല്ലാതാക്കും. നമ്മൾ സ്വയം കഴിക്കുമ്പോൾ അഡിക്ഷൻ ആവും എന്ന് കരുതിയിട്ട് ഡോക്ടർ തരുമ്പോൾ അത് അഡിക്ഷൻ ഇല്ലാതെ കൊണ്ടുപോകാനുള്ള കഴിവ് ഡോക്ടർക്കുണ്ട്. ഏതെങ്കിലും ഒരു മെഡിസിന് നമുക്ക് അഡിക്ഷനിലേക്ക് വരുവാണ്, അതിനൊരു ക്രേവിങ് രൂപപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, ടോളറൻസ് ഒക്കെ രൂപപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, അതൊക്കെയാണല്ലോ അഡിക്ഷൻ്റെ അടയാളങ്ങൾ. അപ്പോൾ ആ മെഡിസിൻ മാറ്റി എഴുതാൻ നമ്മുടെ ഫിസിഷ്യന് കഴിയും, നമ്മുടെ സൈക്യാട്രിസ്റ്റിന് കഴിയും. അവരത് മാനേജ് ചെയ്തോളും. നമ്മൾ അനാവശ്യമായി ആകുലതപ്പെട്ടുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുട്ടി കോളേജ് പഠിക്കാൻ തുടങ്ങി, ആ കുട്ടി പുറത്താക്കിയതിന് ശേഷം ആ കോളേജ് കോഴ്സ് 2 വർഷം 3 വർഷം ആയതിനു ശേഷം വലിയ തുക കൊടുത്ത് പഠിപ്പിച്ച ആ കുട്ടി ഇപ്പം കോളേജിൽ പോവാണ്ടായി, കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതിന് ശേഷമാണ് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കുന്നത്. അത് കുട്ടിക്ക് സോഷ്യൽ ആങ്സൈറ്റി തുടങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ അയാൾ നമ്മുടെ അടുത്ത് എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കോഴ്സ് ആ കുട്ടിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരില്ല. 3 വർഷം ഒരു കുട്ടി ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാലോ, ആലോചിച്ച് നോക്കൂ എത്രത്തോളം വലിയ നഷ്ടമാണ് എന്നുള്ളത്. അപ്പോൾ ഈ അർത്ഥത്തിൽ പല രീതിയിൽ ഞാൻ കഥ പറയാൻ നിൽക്കാത്തത് കൊണ്ടാണ്, ജീവിത കഥകൾ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് പറയാതിരുന്നത്, ടെക്നിക്കലായിട്ട് തന്നെ മൂവ് ചെയ്തത്. അപ്പം അതാണ് ആൻസൈറ്റിയെ കുറിച്ച്. നമ്മൾ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണം. ആൻസൈറ്റി അത് നിങ്ങളുടെ ഒരു തോന്നലാണ്, നിങ്ങൾക്ക് ആ തോന്നൽ അങ്ങോട്ട് മാറ്റിയാൽ ശരിയാവൂലേ എന്നുള്ള രീതിയിൽ പറയരുത്. അങ്ങനെയല്ല, അങ്ങനെ തോന്നൽ നമ്മളങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് മാറുന്നതല്ല. അപ്പം പിന്നെ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിന് റിയാലിറ്റിയിൽ എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ള രീതിയിൽ ആളുകളോട് പറയാതിരിക്കുക. വളരെ ദുർബലനായ മനുഷ്യനാണ് ആങ്ഷ്യസ് ആവുക, അല്ലാത്തവർക്ക് ആങ്സൈറ്റി ഉണ്ടാവില്ല. നിങ്ങളൊരു വീക്ക് പേഴ്സൺ ആണ് എന്ന് പറഞ്ഞു ഒരാളെ ലേബൽ ചെയ്യാതെ, അയാളെ മോശമായി ചിത്രീകരിക്കാതെ ഇരിക്കുക. പിന്നെ എന്താണ്, യു ക്യാൻ ജസ്റ്റ് സ്നാപ്പ് ഔട്ട് ഓഫ് ഇറ്റ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് അയാൾക്ക് ഒരു ഫേക്ക് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് മാറ്റാതിരിക്കാം, ഒഴിവാക്കാൻ ശ്രമിക്കാതിരിക്കുക. പകരമായി നിങ്ങൾ എടുത്തുകൊണ്ടുപോകേണ്ട കാര്യം, ആൻസൈറ്റി ഈസ് റിയൽ ബട്ട് ഇറ്റ് ഈസ് ട്രീറ്റബിൾ ആൻഡ് നത്തിങ് ടു ബി അഷെയിംഡ് ഓഫ്. ഇതിൽ മാനക്കേട് പറയാനൊന്നുമില്ല, ഇതൊരു നാണക്കേടിൻ്റെ കാര്യമല്ല, ഇതൊരു റിയൽ സംഭവം കാര്യമാണ്, ഇത് ട്രീറ്റ് ചെയ്താൽ മാറുന്നതാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ സെഷൻ ഫ്രൂട്ട്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കും. എപ്പോഴൊക്കെയാണ് നമ്മൾ, ഇപ്പം കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എപ്പോഴാണ് നമ്മളൊരു പ്രൊഫഷണലിനെ കാണേണ്ടത്,
ആൻസൈറ്റി കുറേ നാളായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് ഡ്യൂറേഷൻ ഒരുപാട് ദിവസമായിട്ട് ഈ ഒരു പ്രയാസം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലിക്കാരെക്കുറിച്ച് പുതിയ ജോലിക്കാരെ കിട്ടുമെന്ന് ഓൺട്രപ്രണേഴ്സിനൊക്കെ വരുന്നൊരു സംശയമാണ്. നല്ല ജോലിക്കാരെ കിട്ടുമോ, ഇയാൾ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇപ്പോൾ ഇയാളെ വെച്ചിട്ടാണല്ലോ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ബിൽഡിംഗ് ഓണർ റെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമോ. അപ്പോൾ അങ്ങനെ നമുക്കിങ്ങനെ നിരന്തരം ഓരോ കാര്യങ്ങളിൽ ആദ്യം തോന്നുവാണെങ്കിൽ അത് നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ്. ഫങ്ഷണൽ ഇമ്പയർമെൻറ്റിൽ ഞാൻ പറഞ്ഞു, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിൽ, ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജോലിയിൽ, അത് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ റിലേഷൻഷിപ്പില്ല, അവിടെ എവിടെയെങ്കിലും അയാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫങ്ഷൻ അയാൾ ചെയ്യാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ്. അപ്പോൾ നമ്മളൊരു ഒരു 60 സ്പീഡിൽ പോകേണ്ട കാറ് 40 സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഷുഡ് സീക്ക് ഹെൽപ്പ്. അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫങ്ഷൻ അയാളിൽ നിന്നില്ലെങ്കിൽ, അത് ആൻസൈറ്റി ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും ഒക്കെ നിങ്ങളവിടെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതാണ് വേണ്ടത്. നല്ല പ്രയാസങ്ങൾ, അക്യൂട്ട് ഡിസ്ട്രെസ്, പിന്നെ പാനിക് അറ്റാക്ക് ഒക്കെ ആണെങ്കിൽ അത് കുറേ നാളൊന്നും ആയിട്ടില്ല, 2 ദിവസമായിട്ടുള്ളൂ, എന്നാലും നമുക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതുണ്ട്. കോപ്പിംഗ് മെക്കാനിസത്തെ ഇത് സാരമായ രീതിയിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ വിഷമം വന്നു, അപ്പോൾ ഈ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരാൾ കള്ളുടിക്കാണ്, അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കാണ്, പലപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ, MDMA ഉപയോഗിക്കാണ്. ബോസ് ചൂടാവുകയാണ് ജോലി സ്ഥലത്ത്, നമുക്ക് ജോലിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല, ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. മെത്ത് ഉപയോഗിച്ച് ജോലിക്ക് പോയി കഴിഞ്ഞാൽ കോൺഫിഡൻസ് കിട്ടുമെന്ന് കൂട്ടുകാരൻ പറഞ്ഞു, പോയി. കോൺഫിഡൻസ് ആദ്യ ദിവസങ്ങളിൽ കിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നീടാണ് പണി വരാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കോപ്പിംഗ് മെക്കാനിസം, ഒരു അൺഹെൽത്തി കോപ്പിംഗ് മെക്കാനിസത്തിലേക്ക് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ അപ്പം തന്നെ അയാളെ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. അല്ല, ഒരാൾക്ക് ഇങ്ങനെ തോന്നുകയാണ് സൂയിസൈഡൽ തോട്ട്സ്, ഇത് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല, ഇത് ആൻസൈറ്റി ഡിസോർഡർ കാലാകാലത്തേക്ക് ഒരു സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രശ്നമാണല്ലോ ഈ മാനസിക രോഗം എന്ന് പറയുന്നത്, ഡോക്ടറെ കാണാൻ പോകാനൊക്കെ പലർക്കും മടിയാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരാൾക്ക് നിരാശ തോന്നി അയാൾക്ക് മരിക്കാൻ തോന്നുകയൊക്കെ ചെയ്യാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ തലയിലുണ്ടാകുന്ന കാരണമാണ്, ഇതിനൊക്കെ ഞാനാണ് ഉത്തരവാദി, ഇതിന് ചികിത്സിക്കുകയൊന്നുമല്ല വേണ്ടത് എന്നൊക്കെ ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ, അയാളുടെ സേഫ്റ്റിക്ക് അതൊരു ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ അയാളെ ഡോക്ടറെ കാണിക്കണം. ഇത്രയാണ് ഇതിനെക്കുറിച്ച് ടോട്ടലായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇവിടുന്ന് എൻ്റെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ദിസ് ഈസ് ദ സെക്കൻഡ് ലാസ്റ്റ് സ്ലൈഡ്. ഇവിടുന്ന് ഞാൻ പറഞ്ഞു വെച്ചത് ആൻസൈറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞു. സാധാരണഗതിയിൽ ഓരോ മനുഷ്യനും അയാളുടെ സർവൈവൽ മെക്കാനിസത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ് ഈ ആൻസൈറ്റി എന്ന് പറയുന്ന അതിൻ്റെ തുടക്കം. അത് സ്ട്രെസ്സൊക്കെ പോലെ, പക്ഷേ അതൊരു പരിധിയിലധികമാകുന്ന സമയത്തേക്ക്, ഡിസ്പ്രപ്പോർഷനേറ്റ് ആകുന്ന സമയത്തേക്ക്, ഓവർ ആകുന്ന സമയത്തേക്ക്, ഇൻഅപ്രോപ്രിയേറ്റ് ആകുന്ന സമയത്തേക്ക്, ആവശ്യമില്ലാത്തടത്ത് ഇത് വരുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് വി ഷുഡ് സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. നമ്മൾ മനസ്സിലാക്കണം നമുക്കെന്തോ കുഴപ്പം വന്നിട്ടുണ്ട് എന്നുള്ളത്, ഇത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതും. ഒരുപാട് സംവിധാനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ലൈഫ് സ്റ്റൈൽ മുതൽക്ക് സൈക്കോളജിസ്റ്റിൻ്റെയും സൈക്കാട്രിസ്റ്റിൻ്റെയും ഇൻ്റർവെൻഷനുകളൊക്കെ ഇത് മാനേജ് ചെയ്യാൻ അവൈലബിൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അണ്ടർസ്റ്റാൻഡിങ് ദി ടൈപ്സ് ഹെൽപ്പ് us സപ്പോർട്ട് അവർ സെൽഫ് ആൻഡ് അതേഴ്സ്. ഞാൻ നേരത്തെ കുറേ വ്യത്യസ്ത ആൻസൈറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ച് പറഞ്ഞു. പണ്ടൊക്കെ OCD വരെ ആൻസൈറ്റി ഡിസോർഡറിലാണ് ഉണ്ടായിരുന്നത്. പുതിയ കാറ്റഗറൈസേഷനിൽ അത് മാറിയതുകൊണ്ടാണ് ഞാനത് ചർച്ച ചെയ്യാതിരുന്നത്. കുറേ ചർച്ച ചെയ്യുമ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ തന്നെ ഞാൻ പലതരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് ആൻസൈറ്റിയെക്കുറിച്ച് ഞാൻ ചെറിയ സമയം കൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും, നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ആർക്കെങ്കിലും ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അവരെ നമുക്ക് മനസ്സിലാക്കാനും, അവരെ ഒരു പ്രൊഫഷണൽ സഹായം എടുക്കാൻ എൻകറേജ് ചെയ്യാനും, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകാനും ഒക്കെ സഹായമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത് ഡോണ്ട് സഫർ ഇൻ സൈലൻസ്, ഹെൽപ്പ് ഈസ് അവൈലബിൾ. ഈ മെസ്സേജ് ആദ്യം നമുക്കും പിന്നീട് നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും നമ്മൾക്ക് എത്തിക്കണം. സ്മാൾ സ്റ്റെപ്സ് ലീഡ്സ് ടു ബിഗ് ചേഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോഗ്രസ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും.
നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്, ഒരുപാട് പ്രോഗ്രസ്സിന് ഹിൻഡർ ചെയ്യുന്ന തടയുന്ന ഒന്നാണ് ആങ്സൈറ്റി. അനാവശ്യം ആദ്യം ഒന്ന് മാറിക്കിട്ടെ, ഈ പേടി ഒന്ന് മാറിക്കിട്ടെ, നീ എങ്ങോട്ടെങ്കിലും എത്തിയാനെന്നൊക്കെ നമ്മളോട് പലരും പറഞ്ഞിട്ടില്ലേ. അപ്പം ആ പേടി മാറ്റുക എന്നുള്ളതിനൊരു ചെറിയ സ്റ്റെപ്പ് എടുക്കുന്നതിലൂടെ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു. കേട്ടതിന്, നിങ്ങളുടെ കറേജിനും ക്യൂരിയോസിറ്റിക്കും ടൈമിനും ഞാൻ നന്ദി പറയുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സർ സോ മച്ച്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ? ഓ, ചോദിക്കാം. ഓക്കെ. ഹലോ സർ. യെസ് സർ, എൻ്റെ പേര് ആയിഷ. ഞാനൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. പറഞ്ഞോളൂ ആയിഷ. ഹലോ ഹലോ ആ, കേൾക്കാം. ഓക്കെ. അത് ഞാൻ ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ ഒരു ക്ലയന്റ് വന്നിരുന്നു. മീൻസ് ആളൊരു ബിസിനസ്മാൻ ആണ്. ആൾക്ക് ഒരു 2 years മുന്നേ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നിട്ട് ഒരു തല കറങ്ങി. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഒരു 1 year ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ആൾക്ക് തല കറങ്ങോ എന്നുള്ളൊരു പേടിയാണ്. ഈവൻ ഒരുമിച്ച് നിസ്കരിക്കുന്ന പള്ളി സമയത്താണെങ്കിലും മുന്നിൽ ആദ്യം എത്തുന്ന ആളാണെങ്കിൽ പോലും ആള് ബാക്കിലുള്ള ആൾക്ക് തല കറങ്ങിയ ഡിസ്റ്റർബൻസ് ആവുമെന്ന് പേടിച്ചിട്ട് ഏറ്റവും ബാക്കിൽ പോയിട്ടാണ് നിസ്കരിക്കുന്നത്. ബട്ട് ഈ ഒരു തോട്ട് വരുന്ന സമയത്ത് ഒരു സെക്കൻഡ് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ആള് സ്വയം ഇത് എനിക്ക് തോന്നുന്നതാണെന്നുള്ള രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട് ആൻഡ് ബാക്ക് ടു നോർമൽ ആവുന്നുണ്ട്. ബട്ട് ഈ തോട്ട്സ് കണ്ടിന്യൂസ്ലി കമ്മിങ് ആണ്. തല കറങ്ങി വരുന്നു എന്നുള്ളതല്ലേ? അതായത് തല കറങ്ങുന്നില്ല ആക്ച്വലി. ഒരു സാധനം എന്ന് പറഞ്ഞാല് തോട്ട്സ് വന്നിട്ട് ഒരിക്കലും ആൾക്ക് റിയൽ ആയിട്ട് തല കറങ്ങിയിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട് ബട്ട് വേർക്കുന്നൊന്നുമില്ല. ആ ഒരു അവസ്ഥ മനസ്സിലായി. ഇത് സാധാരണഗതിയിൽ അഗോറോഫോബിയയിലാണ് ഇത് വരാറുള്ളത്. പാനിക് ഡിസോർഡർ വിത്ത് അഗോറോഫോബിയ വരുമ്പോഴാണ് ഈ സംഭവം വരാറുള്ളത്. ഈ ഇതിന്റെ സിവിയറിറ്റി കുറവായതുകൊണ്ട് മാനേജബിൾ ആണെങ്കിൽ അയാൾക്ക് സ്വന്തം ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് നല്ലൊരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്താൽ ഒരു പക്ഷേ ഇത് മാറാവുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ ഒരു സെഷനിൽ തന്നെ അത് മാറാവുന്നുള്ളൂ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. വേറെ ചോദ്യങ്ങളുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു സർ. സോ എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ വെരി താങ്ക് യു. ലൈക്ക് ഭയങ്കര ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ലൈക്ക് എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റി. ബേസിക്കലി പറയുകയാണെങ്കിൽ ആയിഷ കമന്റ് ചെയ്യുന്നുണ്ട് ഗുഡ് സെഷൻ എന്ന് പറഞ്ഞിട്ട്. താങ്ക് യു ആയിഷ. വളരെ ആയിട്ടുള്ളൊരു, ഈവൻ നമ്മൾ വർക്കിംഗ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു ക്ലാരിറ്റി കൂടുതൽ കിട്ടുമ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സർ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. So thank you so much sir. I think we can wind up. Okay, thank you all. Bye.